ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ബെറിയപ്പ്. കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒന്നാണ് ഈ ബെറിയപ്പ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെറിയപ്പ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് യോഗർട്ടാണ്. പ്ലെയിൻ ആയിട്ടുള്ള യോഗർട്ട് ആയാലും മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്ലൂബെറി യോഗർട്ടാണ്. ബ്ലൂബെറിയിൽ ഫ്ലേവറുള്ള യോഗർട്ടാണിത്. ഇതുപോലെ പല ഫ്ലേവറിലും യോഗർട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങാനായിട്ട് കിട്ടും. അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്ലെയിൻ ആയിട്ടുള്ള യോഗർട്ടാണുള്ളതെങ്കിൽ അതിലോട്ട് ബ്ലൂബെറിയുടെ ഫ്ലേവറോ ക്രഷോ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മധുരം നോക്കണം. വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ കളർ കുറവായതുകൊണ്ട് ഞാൻ ഒരു 2 ഡ്രോപ്സ് വയലറ്റ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കളറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളറ് ചേർത്തത്. എന്നിട്ട് ഇതുപോലെ OHP ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ റൗണ്ടിൽ സെല്ലോ ടേപ്പ് വെച്ച് എടുത്തിരിക്കുകയാണ്. ഗ്ലാസ് എടുത്താലും മതിയാകും. നമ്മുടെ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ് എടുത്താലും മതിയാകും. ഇതുപോലുള്ള നീളത്തിലുള്ള ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതായാലും മതി. നമ്മുടെ വീടുകളിൽ സാധാരണ ഇതുപോലുള്ള OHP ഷീറ്റൊന്നും കാണില്ല, അപ്പോൾ ഗ്ലാസ് എടുത്താലും മതി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. കാഷ്യൂസും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും എടുത്തിട്ടുണ്ട്. കോൺഫ്ലേക്സിന് പകരം ഓട്സ് വറുത്ത് എടുത്താലും മതിയാകും. എനിക്ക് ഓട്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കോൺഫ്ലേക്സ് എടുത്തതാണ്. കോൺഫ്ലേക്സ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം ഈ നട്ട്സും ഈ കോൺഫ്ലേക്സും കൂടെ മിക്സ് ചെയ്തത് ആദ്യം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെവലിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ യോഗർട്ടും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തത് ഒഴിക്കാം. സൈഡ് ചേർത്ത് ഒഴിക്കണം, എന്നാലേ സൈഡിൽ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് മുകളിലായിട്ട് സ്ട്രോബെറിയുടെ ക്രഷാണ് ഞാൻ ഒഴിക്കുന്നത്. സ്ട്രോബെറി ക്രഷ് നമ്മൾ സ്ട്രോബെറി ഫ്രഷായിട്ട് വാങ്ങിച്ച ശേഷം ക്രഷ് ഉണ്ടാക്കിയാലും മതി. ഇതിപ്പോൾ ഞാൻ ക്രഷ് വാങ്ങിയതാണ് എടുത്തത്. അതും കൂടി ഇതുപോലെ 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ബ്ലൂബെറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സിൻ്റെ കൂടെ തന്നെ ചെറിയും ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ചേർക്കാം. പിന്നെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിൽ വീണ്ടും യോഗർട്ട് ഒഴിക്കാം. യോഗർട്ടാണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത്, അപ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് വേണ്ടത് വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം അതിന് പകരം വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഐസ്ക്രീം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ വാനില ഐസ്ക്രീം ഒഴിക്കുമ്പോഴാണ് ഇത് കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നത്. മുകളിലായിട്ട് വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കാം. വീണ്ടും ക്രഷ് ഒഴിക്കാം. സ്ട്രോബെറി ക്രഷ് ഒഴിക്കാം. വീണ്ടും നട്ട്സ് ഇടാം. വീണ്ടും യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ക്രഷ് ഒഴിക്കാം. ക്രഷ് ഇത്രയും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു ക്രഷ് ഒഴിച്ചത്. ഐസ്ക്രീമും യോഗർട്ടും കൂടുതലായിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് നട്ട്സും കോൺഫ്ലേക്സും മിക്സ് ചെയ്തത് മുകളിൽ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വേണമെങ്കിൽ ഐസ്ക്രീം ഇടാം, അല്ലെങ്കിൽ ക്രഷ് ഒഴിക്കാം. ഏതാണോ ഭംഗി അതിനനുസരിച്ച് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ബെറി അപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് പുള്ളി ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ട് ഇതുപോലെ താഴേക്ക് ഇറങ്ങി വരും. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ കഴിക്കാനായിട്ട് ആർക്കും കഴിക്കാൻ തോന്നുന്ന ഒന്നാണ് ഈ ബെറി അപ്പം. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതൊന്ന് വാങ്ങാനായിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് പോവുകയേ വേണ്ട. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഞാൻ ഗ്ലാസ്സിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത് എടുക്കുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റ് ഗ്ലാസിൻ്റെ മുകളിലായിട്ട് വെച്ച ശേഷം നന്നായിട്ട് അമർത്തി തിരിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഗ്ലാസ് പൊക്കിയാൽ മാത്രം മതി. ഇതുപോലെ തന്നെ വന്ന് വീഴും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.